In the heart you take a hummingbird's 40 plus beats a second. In the mind a lifetime of looking elsewhere. And soar like an albatross, where there was the grind of day against dragging weight, now the thrust, where there was sweep of spirit and porch. എല്ലാവർക്കും നമസ്കാരം. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള മലയാളികളെ പരിചയപ്പെടുത്തുന്ന നമ്മൾ ഓൺലൈൻ്റെ പുതിയൊരു ചാച്ചോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിലെ ഇംഗ്ലീഷ് പ്രൊഫസറും പോയറ്റുമായ ശ്രീമതി ക്ലാര ജോസഫാണ്. ശ്രീമതി ക്ലാര ജോസഫിന്റെ അച്ചീവ്മെന്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, സിറ്റി ഓഫ് കാലിക്കറ്റിയുടെ അണ്ടറിലുള്ള കാലിക്കറ്റി ആർട്സ് ആൻഡ് ഡെവലപ്മെന്റിന്റെ പോയറ്റ് ലോറിയേറ്റ് ആയിട്ട് സെലക്ട് ആയിരിക്കുകയാണ് ശ്രീമതി ക്ലാര ജോസഫ്. സ്വാഗതം ശ്രീമതി ക്ലാര ജോസഫ്. താങ്ക് യു. ആദ്യമായിട്ട് തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഈ ഒരു പൊസിഷൻ ലഭിച്ചതിൽ. ഇപ്പം സിറ്റി ഓഫ് കാലിക്കറ്റിയുടെ ഈ ഒരു പോയറ്റ് ലോറിയേറ്റ് എന്നൊരു പൊസിഷനിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി വരുന്നത്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. താങ്ക് യു. സോ ഈ ഒരു പോയറ്റ് ലോറിയേറ്റ് എന്നൊരു പൊസിഷൻ, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അതിനെ കുറിച്ചൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാം. അപ്പം ഇത് നമ്മുടെ സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും പോയറ്റിക് ആയിട്ട് ഇവിടുത്തെ പ്രകൃതി, ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇവിടുത്തെ കൾച്ചറൽ സിറ്റുവേഷൻ, ഇവിടുത്തെ മൈഗ്രേഷൻ ആസ്പെക്ട്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ, അല്ല ഇവിടുത്തെ ദുഃഖങ്ങൾ, ഇവിടുത്തെ സന്തോഷങ്ങൾ, അതൊക്കെ കവിതയിൽ കൊണ്ടുവരാനായിട്ട് ദൗത്യമുള്ള ഒരാളാണ് കാൽഗറി പോയറ്റ് ലോറിയേറ്റ്. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് അവരാവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പുതിയ പോയിന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, അവർ പറയുന്ന പെർട്ടിക്കുലർ ചില ഏരിയസിനെ കുറിച്ച്. അത് എഴുത്തിലാണ്, പക്ഷെ അത് കൂടുതലും അത് അവതരിപ്പിക്കണം. അപ്പം അത് പലതരം ഓഡിയൻസ് ആയിരിക്കും, മുനിസിപ്പാലിറ്റിയുടെ ഓഡിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ചിലപ്പോൾ ആർട്ടിസ്റ്റ് മാത്രമുള്ള ഓഡിയൻസസ് ആയിരിക്കും. അങ്ങനെ അവർക്ക് അവതരിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഓരോ പോയറ്റ് ലോറിയേറ്റിനും അവരവരുടേതായിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യവും കലയും ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതത്തിന്റെ ചില ഗോൾസും ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കാൽഗറിയിലെ ആളുകള് തമ്മിലും ഈ ഭൂമിയെയും ചുറ്റുമുള്ള സർവ്വതും തന്നെ കൂടുതലൊന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കഴിവ് അത് വർദ്ധിക്കുക. അതില്ല എന്നല്ല, അതുണ്ട്, പക്ഷെ അത് കൂടുതലൊന്ന് വർദ്ധിക്കാനായിട്ട് എനിക്കങ്ങനെ സഹായിക്കാൻ പറ്റും. സോ ഹൗ ക്യാൻ ദി സിറ്റി ലിസൺ ടു ഇറ്റ്സെൽഫ് മോർ ഡീപ്ലി? അപ്പോൾ ആ ലിസണിങ് നമ്മൾ പലപ്പോഴും, ഇപ്പം നമ്മളോട് തന്നെ ഒരു കുട്ടി വന്ന് പറയാമെന്ന് ഓർത്തു, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് ചുമ്മാ ലിസൺ ചെയ്താൽ കുട്ടി ചിലപ്പോൾ പഠിച്ചു പോകും. അപ്പോൾ നമുക്കൊരു ഡിസേൺമെന്റ് വേണം, നമ്മൾ എന്നതായി കേൾക്കുന്നത്, ആ വിവേചനം, നമ്മൾ എന്നതാണ് ഈ കേൾക്കുന്നത് എന്നുള്ള. അപ്പോൾ എൻ്റെ മിഷനിൽ ആസ് എ പോയറ്റ് ലോറിയേറ്റ്, എൻ്റെ മിഷനിൽ ആ ഡിസേൺമെന്റിന് എനിക്ക് തോന്നുന്നു വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. ഞാൻ എന്ത് കേൾക്കുന്നു തീർച്ചയായിട്ടും ഞാൻ കേൾക്കണം. കൂടാതെ എനിക്ക് ആ ഒരു മെസ്സേജ് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ പോയട്രിയുടെ താല്പര്യത്തോടു കൂടി തന്നെ, കവിതയോടുള്ള താല്പര്യം എന്ന പോലെ തന്നെ ഈ വിവേചനത്തിന്റെ താല്പര്യവും കൂടി ഒന്ന് വളരണം. ശ്രദ്ധിക്കണം, പക്ഷേ എന്ത് ശ്രദ്ധിക്കുന്നു, അതനുസരിച്ച് എന്ത് പറഞ്ഞു കൊടുക്കണ്ട, എവിടെ തിരുത്തണ്ട, അതും കൂടെ അതിന്റെ ഭാഗമായിട്ടൊന്ന് കൊണ്ടുവരണമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പലതരം ചെറിയ ചെറിയ കമ്മ്യൂണിറ്റി ഗ്യാതറിങ്സ് ഞാൻ പ്ലാൻ ചെയ്യാനുണ്ട്. ഇപ്പം ഈ മാസം അങ്ങോട്ട് തുടങ്ങിയുള്ളൂ, പക്ഷെ ഞാനത് വളരെ ധൃതിയിൽ തന്നെ പ്ലാൻ ചെയ്യണം. എൻ്റെ ആഗ്രഹം ഒരു 8 ഗ്യാതറിങ്സ് അതുപോലെ വരണം. എന്നിട്ട് ഈ 8 ഗ്യാതറിങ്സിലൂടെ ഈ ഒരു കേൾവി വിവേചനം ഒന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം.
റീസെന്റ് ആയിട്ടൊരു ഒരു പബ്ലിക്കേഷൻ അത് വായിച്ചു, പോയട്രി ഈസ് ലിസണിംഗ് എന്ന് പറഞ്ഞതായിട്ട്. അപ്പം അതെന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത്? ഒരു പക്ഷേ ഞാൻ ആ ആൻസർ ആന്റിസിപ്പേറ്റ് ചെയ്തു ഇവിടെ, ആ ക്വസ്റ്റ്യൻ. അതായത് ഇത് തന്നെ, നമ്മള് പോയിട്രി, മനുഷ്യരിൽ നിന്നാണ് പോയിട്രി വരുന്നത്. പക്ഷേ നമ്മുടെ എല്ലാം വിശ്വാസികളായിട്ടുള്ളവര്, ഏത് മതത്തിലും വിശ്വാസികളായിട്ടുള്ളവര് അത് പ്രപഞ്ചത്തിൽ അത് കാണുന്നുണ്ട്. പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്, ഒരു സത്യമുണ്ട്. അതിൽ നിന്നും ഉണ്ടാകുന്ന കവിതയുണ്ട്. ഈ ലോകം മുഴുവൻ ഒരു കവിതയാണല്ലോ. അപ്പം ഞാനൊരു ക്രിസ്ത്യനാണ്. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചു തരുന്നത് ദൈവം 7 ദിവസം കൊണ്ട് 6 ദിവസം ഭൂമി സൃഷ്ടിച്ച് 7-ാം ദിവസം വന്നിട്ട് പിന്നെ റെസ്റ്റ് ചെയ്തു. പക്ഷെ ആ സമയത്ത് ഒന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്, അതായത് എല്ലാം നന്നായിരിക്കുന്നു എന്നെല്ലാം. അതായത് ഈ മനോഹരമായ ലോകം സൃഷ്ടിച്ചിട്ട് എല്ലാം നന്നായിരിക്കുന്നു. അത് കവിതയോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അത് പോയിട്രിയാണത്. അതൊക്കെ കേൾക്കാനുള്ള ചെവി വേണം, ആ കേൾക്കാനുള്ള ശാന്തി വേണം, നമുക്കൊരു പീസ് വേണം നമ്മുടെ ഹൃദയത്തില് അത് കേൾക്കാൻ. അപ്പം നമ്മളെല്ലാം ഒരു ഭയങ്കര സ്പീഡിൽ പോകുന്നവരാ, സ്പീഡ് റീഡിങ്, സ്പീഡ് എവറിത്തിങ്. അപ്പം ഇത് കവിത നടക്കുകയല്ല, വലിയ സ്പീഡില് നടക്കുകയല്ല. ഒത്തിരി പേഷ്യൻസ് വേണം, കറക്ഷനും വേണം. ആ കറക്ഷന് പേജിലുള്ള കറക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഐഡിയാസ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മള് പല കൺക്ലൂഷൻസും നമ്മൾ, അതായത് ഞാൻ സംസാരിക്കുന്നത് അത് വിവേചനം പോലെയുള്ള ആ ഡിഫറൻസ് പോലും അതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട് ധാരാളമായിട്ട്. അപ്പം ആ ലിസ്ണിങ്. അപ്പം ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു പോയട്രിയിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നാണോ, അതോ ആദ്യമേ നേരത്തെ തൊട്ട് തന്നെ കവിതകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു? അപ്പം ഞാൻ ആദ്യം കവിത എഴുതിയ ഓർക്കുന്നത് 2ാം ക്ലാസ്സിലായിരിക്കും. ഉണ്ട്. കവിത ഓർക്കുന്നില്ല, പക്ഷെ അത് എന്തിനെ കുറിച്ചായിരുന്നു എന്ന് ഓർക്കുന്നുണ്ട് നല്ലതായിട്ട്. കാരണം ഞാൻ അന്ന് ബാംഗ്ലൂരാണ്, അവിടെയാ വളർന്നിരുന്നത്. അപ്പം അവിടുത്തെ സെക്രട്ടേറിയറ്റ് സ്കൂൾ, പ്രൈമറി സ്കൂളിലാണ് ഞങ്ങളുടെ ഒരു കാറ്റഗിസത്തിന്റെ ഒരു സെഷനിൽ അവര് ഞങ്ങളെ, കാറ്റഗിസം ടീച്ചേഴ്സ്, ഞങ്ങളെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. അപ്പൊ അവിടെ കൊണ്ടുപോയി എന്നിട്ട് ഏതെങ്കിലും ഒരു പൂവിനെ കുറിച്ചോ എന്തെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞു, ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞു. ഞാൻ ഡാലിയെ കുറിച്ചാണ് എഴുതിയത്. ഞങ്ങളുടെ മുറ്റത്തും ഡാലിയ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അപ്പം അത് എഴുതി. പക്ഷെ അത് പോയമായിട്ടാ വന്ന. എന്നിട്ട് ഞാൻ കൊണ്ടേ കാണിച്ചപ്പം അവർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. ഹൗ ഡിഡ് യു റൈറ്റ് ദിസ് എന്ന് ചോദിച്ചപ്പം ഞാൻ പേടിച്ചു പോയി. കാരണം സ്റ്റോറി എഴുതാനാ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാന് ഭയങ്കര റിഗ്രറ്റോടുകൂടി ഞാൻ പറഞ്ഞു, ദാറ്റ്സ് ഹൗ ഇറ്റ് കെയിം എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ആദ്യത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഓർമ്മയുള്ള 8ാം ക്ലാസ്സിലാണ് കുമിളിയോ അങ്ങനെ എങ്ങാണ്ടൊക്കെ പോയി. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂറ് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ബസ്സിലിരുന്ന് ഈ കവിത എഴുതുക, ദ ബ്യൂട്ടി ഓഫ് നേച്ചറിനെ കുറിച്ച് ഒരു കവിത. അത് പിന്നെ ടൊറോണ്ടോയിലും ആയിരുന്നു ഞാൻ ആദ്യം. അന്നേരം ജോലി ചെയ്യുന്നതിൻ്റെയൊക്കെ നമ്മള് കുടുംബമൊക്കെ നോക്കാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ള പല ജോലി ഒരുമിച്ച് ചെയ്യുന്ന കാലം അത്. ആ സമയത്ത് ഞാൻ പോയിംസ് എഴുതി, കുറച്ച് പബ്ലിഷ് ചെയ്തു. പിന്നെ PhD ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയവും അല്ലെങ്കിൽ ഇവിടെ ജോലിയുടെ സമയത്തൊക്കെ എൻ്റെ വിചാരം പോയട്രിയിലേക്കൊന്നും നോക്കാൻ പാടില്ല, വളരെ അക്കാഡമിക് ആയിട്ട് ക്രിട്ടിക്കലേ പറ്റത്തുള്ളൂ, ഞാൻ അങ്ങനെ ഹയർഡ് ആയിരിക്കുന്നു, അപ്പം പോയട്രിയിലേക്കൊന്നും നോക്കത്തില്ല, അതൊക്കെ തെറ്റാ, പാവെന്ന് ഉദ്ദേശിച്ച ഇറസ്പോൺസിബിൾ ആണ് എന്നായിരുന്നു. അപ്പം അത് ഞാൻ നോക്കിയല്ലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഈ പിള്ളേർക്ക് തന്നെ നമ്മൾ പഠിപ്പിക്കുക. ഞാൻ തിയറിയൊക്കെ പഠിപ്പിക്കുമ്പം പിള്ളേർക്ക് ബോറടിച്ച അവിടെ ചത്തുപോകും അവർ, അതുപോലെ ഇരിക്കും ഈ വലിയ വിഷയങ്ങള്. അപ്പം അതെനിക്ക് കവിതയിലാക്കാൻ പറ്റി. എന്നിട്ട് പിന്നെ അതുൾപ്പെടെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ശ്രദ്ധ പിള്ളേർക്കും ഉണ്ടായി. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് കവിത എഴുതാം, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പല ഫിലോസഫേഴ്സിനെ ലിങ്ക് ചെയ്ത് തന്നെയാണ് എൻ്റെ പല കവിതയും വന്നിട്ടുള്ളത്.
കുറച്ചുകൂടെ പേഴ്സണൽ ലെവലിൽ കവിതകൾ വന്നത് 23-24 അതാണ് ഞാൻ മദർ എന്നുള്ള M/Other എന്നുള്ളത് ബുക്ക് ഇറക്കിയത്. എൻ്റെ അമ്മായിമ്മയുടെ പേരിൽ ഞാൻ ഇറക്കിയ ബുക്കാണ് അത്. അതാണോ ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണോ M/Other? അത് വളരെ പ്രിയപ്പെട്ടതാണ്. അതിനകത്ത് പ്രിയപ്പെട്ട പോയിന്റ്സും ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും ഓർക്കും ദ ഫേസ് ഓഫ് ദി അതർ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കളക്ഷൻ 2016 ഞാൻ ഇറക്കിയ കളക്ഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കും. കാരണം ഇമാനുവൽ ലെവിനാസ് എന്ന് പറഞ്ഞൊരു ഫിലോസഫർ ഉണ്ട്, ജൂയിഷ് ആണ്. അങ്ങേര് ഹോളോകോസ്റ്റിന് അങ്ങേരുടെ കുടുംബമൊക്കെ ഇരയായിട്ടുള്ളതാണ്. അങ്ങേര് തന്നെ അവിടെ തടവിലൊക്കെ ആയിരുന്നു, ഒത്തിരി സഹിച്ചിട്ടുള്ള ഒരു ഫിലോസഫർ. അങ്ങേര് പറയുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. അതായത് നിങ്ങള് വേറെ ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണുകള് നമ്മളോട് പറയുന്നു പ്ലീസ് ഡോണ്ട് കിൽ മീ എന്ന് യാചിക്കുന്നു. അതേ സമയത്ത് thou shalt not kill എന്നൊരു ആജ്ഞയും കൂടെ, അപ്പൊ അപേക്ഷയും ആജ്ഞയും കൂടെ ഉള്ള കണ്ണുകളാണ് മറ്റുള്ളൊരു വ്യക്തിയുടേത് എന്ന് പറയുക. അത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്, പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക്. കാരണം നമ്മൾ നമ്മുടെ ശത്രുവിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണുകൾ നമ്മളോട് യാചിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷയം അത് ഉൾക്കൊള്ളാനും ആ ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് വരാനും സമയമെടുക്കും. പക്ഷെ അത് സത്യമാണ്. എല്ലാ വ്യക്തികളും ആശിക്കുന്നതാണ് മേഴ്സി. എല്ലാവരും ആശിക്കുന്നതാണ്, നമ്മളും ആശിക്കുന്നു. പക്ഷെ അതിന് കണ്ടമാനം പ്രാധാന്യം കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഞാൻ ആ കളക്ഷൻ എഴുതിയത്. ഒത്തിരിയും ഞാൻ പൊതുവേ തന്നെ വായിച്ചിട്ടുള്ള പല കാര്യങ്ങളും പല സങ്കടങ്ങളും ജനങ്ങളുടെ ഇന്ത്യയിലെ പല 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 ഇവന്റ്സിലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റി അതില്. ഇപ്പം ഈ ഒരു പോയട്രി ഫീൽഡിൽ ഇപ്പൊ നമ്മള് ചില ആൾക്കാർക്ക് പോയം എഴുതാനുള്ള ഒരു കഴിവുകളുള്ളവരുണ്ടാവും, ചെറുതായിട്ടൊക്കെ അവിടെ കുറിച്ച് വരികയുള്ളൂ. പക്ഷെ അവരെല്ലാം എന്താ പറയാ ഒന്നും ആക്റ്റീവായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ഈ ഒരു പോയട്രി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഒന്ന് മുമ്പിലേക്ക് വരാനായിട്ട് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഒരു മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കുന്നത്? അപ്പൊ പിള്ളേര് ഓൾറെഡി എഴുതുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ എഴുതി മാത്രമല്ല, പുസ്തകങ്ങളിൽ മാത്രമല്ല കവിത ഇരിക്കുന്നത്, സ്റ്റേജിൽ കവിത വരണം. ഒരു 2-3 പേര് കൂടുന്നിടത്തും കവിത വരണം. വീട്ടില് വിരുന്നുകാർ വരുമ്പം അവിടെ കവിത ഉണ്ടാകണം. എൻ്റെ അമ്മ തന്നെ പലതവണ എന്നോട് പറയുമായിരുന്നു. ഞാൻ ഈ അവിടുത്തെ യൂത്ത് ഫെസ്റ്റിവലില് എനിക്ക് എന്തായിരുന്നു 2nd എങ്ങാണ്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലില് അന്ന് ഡിക്ലമേഷൻ എന്നാ പറഞ്ഞിരുന്നത് അത്. അപ്പം കാരണം വീട്ടിലെ ആരെങ്കിലും ഗസ് വന്ന അവരുടെ ഗതികേട്, കാരണം ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പം നീ പറഞ്ഞപ്പോ ഞാൻ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ, ലെറ്റ് മീ നോ യേഴ്സ് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. അപ്പം അത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ചെയ്താൽ വലിയ ഉപകാരം. അത് ഇവിടത്തെ കമ്മ്യൂണിറ്റിയിലോ നാട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട്. അപ്പൊ പിള്ളേരുടെ ശ്രദ്ധ മാറും, അവരുടെ കഴിവുകൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് 3 പേരുടെ മുമ്പേ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ധൈര്യം വരും. അങ്ങനെയൊക്കെ ഉണ്ട്. കാൽഗറിയിലും ആണെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ പബ്ലിക് ലൈബ്രറി പല പേരുകളിലുണ്ട്. അതായത് 6 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 13 വയസ്സിന് താഴെയുള്ളവർക്ക് വേണ്ടി പ്രോഗ്രാം ഉണ്ട്. 13-നും 17-നും വയസ്സിന് ഇടയ്ക്കുള്ളവർക്കുണ്ട്. 16 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പരിപാടികള് പോയിട്രിയില്, ക്രിയേറ്റീവ് റൈറ്റിംഗില് നമ്മുടെ പബ്ലിക് ലൈബ്രറി ഓഫർ ചെയ്യുന്നുണ്ട്. അലക്സാൻഡ്രിയ റൈറ്റിംഗ് സെന്റർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ട്. അതൊന്ന് ഗൂഗിൾ ചെയ്യുക. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. തീർച്ചയായിട്ടും. പിന്നെ വേറെ ഒന്നുമുണ്ട്, സ്ലാം പോയിട്രി സെന്റേഴ്സ് ഉണ്ട്. കയറി സംസാരിക്കാം, പോയിട്രി പറയാം. അത് കാണാപ്പാടം പറയണമെന്നില്ല, എഴുതിയത് വായിച്ചാൽ മതി. ഇഷ്ടംപോലെ പോയട്രിയുടെ ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലേ? എത്ര ബുക്കുകൾ ഇതുവരെ പബ്ലിഷ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ ഒരു ബുക്സ് എവിടെയായിരിക്കും ഇപ്പം വായനക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലഭ്യമാകുക എവിടെയായിരിക്കും? ഓക്കെ, അപ്പം ഞാൻ ശരിക്കും 3 കളക്ഷൻസ് ഓഫ് പോയിട്രി ചെയ്തിരിക്കുന്നത്. ഇത് അപ്പം ദ ഫേസ് ഓഫ് ദി അതർ, ഡാൻഡിലയൻസ് ഫോർ ബാബ, എന്നിട്ട് മദർ എന്നുള്ളത്. 3 കളക്ഷൻസും
ആമസോണിൽ കിട്ടും, ഇന്ത്യയോ വേൾഡ് ഓവർ ആമസോണിലായിരിക്കും അത് ഏറ്റവും. പിന്നെ അതാത് പബ്ലിഷേഴ്സും അവരും ഇറക്കുന്നുണ്ട്, അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഐ മീൻ വിൽക്കുന്നുണ്ട്. പിന്നെ പക്ഷെ പുസ്തകങ്ങൾ മൊത്തം പറയുകയാണെങ്കിലാണ് 10 പുസ്തകങ്ങളുണ്ട്. അതില് 3 മോണോഗ്രാഫ്സ് ആണ്, ഇൻഡിവിജ്വൽ വൺസ്. പിന്നെ വേറെ മറ്റേ 4 എഡിഷൻസ് ആണ് അങ്ങനെ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പോ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടോ, പൈപ്പ് ലൈനിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കളക്ഷൻ നമ്മുടെ ഇവിടെ ഒരു 3 യങ്സ്റ്റേഴ്സ് മരിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കെവിൻ, ലിയോ ആൻഡ് ജിയോ. അപ്പം ആ ഒരു കെവിൻ എൻ്റെ അയൽവക്കക്കാരനാണ്, 21 വയസ്സേ ഉള്ളൂ പുള്ളി മരിക്കുമ്പോൾ. പുള്ളിയാണ് യങ്ങസ്റ്റ് ആ ഗ്രൂപ്പില്. അതില് 4 പേരുണ്ടായിരുന്നു, ഒരാള് രക്ഷപ്പെട്ടു. അപ്പം ആ ഒരു കൂടുതലും കെവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കളക്ഷൻ അതിപ്പോ അങ്ങോട്ട് പൂർത്തിയായിരിക്കുന്നത് അതുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കളക്ഷൻ ഓഫ് പോയിന്റ്സ് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ക്രിട്ടിക്കൽ സൈഡിൽ ഞാൻ ഒരു ബുക്കിൻ്റെത് പ്ലാൻ ചെയ്ത് വരുന്നു. പിന്നെ ഇൻഡിവിജ്വൽ പോയിന്റ്സും അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസും അതൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. സോ അപ്പം ഒത്തിരി സന്തോഷം ഇത്രയും നേരം നിങ്ങളുമായിട്ട് വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന്. അതോടൊപ്പം തന്നെ സിറ്റി കാക്കിയുടെ പുതിയൊരു ഈ ഒരു റോളിലേക്കുള്ള പോയിട്ടിൽ ഓടിയിട്ടുന്ന ഒരു അസൈൻമെന്റ് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് അതിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.